ഓക്കെ. ഈ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വരുന്നതുകൊണ്ട് ശരിക്കും ഏറ്റവും കൂടുതൽ ത്രെറ്റ് ഡോളറിനാണല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ സ്പെക്കുലേഷൻസ്, ഇങ്ങനെ തിയറീസ് ഒക്കെ കേട്ടിട്ടുണ്ട്. സതോഷി നാക്കമോട്ടോ എന്ന് പറയുന്നത് ഇലോൺ മസ്ക് ആണ്, അല്ലെങ്കിൽ US ആരോ ആണ്, പുട്ടിനാണ് എന്നൊക്കെ. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജാക്ക് ഡോർസി ആണെന്നുള്ളൊരു ഇതാണ്, ട്വിറ്ററിൻ്റെ ഫൗണ്ടർ. പുള്ളി റീസെൻ്റ്ലി ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിരുന്നു, പുതിയ ഒരു നെറ്റില്ലാതെ ബിറ്റ്കോയിൻ ട്രാൻസാക്ട് ചെയ്യാന്നുള്ള. പിന്നെ ട്വിറ്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഐ വുഡ് ഗിവ് അപ്പ് ഓൺ എവറിത്തിങ് ജസ്റ്റ് ഫോർ ബിറ്റ്കോയിൻ. അതായത് ബിറ്റ്കോയിൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അഡോപ്ഷന് വേണ്ടിയിട്ടും ഐ എം വില്ലിങ് ടു ഗിവ് അപ്പ് എവറിത്തിങ് എൽസ് എന്നുള്ള രീതിയിൽ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ നൗ. അതായത് നമ്മൾ ഇൻ്റർനെറ്റ് ആരാണ് കണ്ടുപിടിച്ചത് എന്നിപ്പോൾ ആലോചിച്ച് പോയിട്ട് കാര്യമില്ല. ബിക്കോസ് അതൊരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കാണ്. എല്ലാവരും അതിൻ്റെ പാർട്ടിസിപ്പൻസ് ആണ്, പല റോള് പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം. ബിറ്റ് കോയിൻ അത് തന്നെയാണ്. ബിറ്റ് കോയിൻ ഇൻ്റർനെറ്റിലൊരു കറൻസി സിസ്റ്റമാണ്. അതിനാര് ഫൗണ്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ഇറലവൻ്റ് ആണ്, ബിക്കോസ് അത് കമ്മ്യൂണിറ്റിയാണത് മാനേജ് ചെയ്യുന്നത്. മനസ്സിലായോ? നാളെ സതോഷി വന്നാലും പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.